ആര്യസ് വില്ലേജ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വറുത്തരച്ച മുട്ടത്തീയലാണ്. അത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മുട്ട, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 2 മുരിങ്ങയ്ക്ക അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, 1 തേങ്ങ ചിരികിയത്, 1 ചെറിയ വെളുത്തുള്ളി പൊളിച്ചത്, 1 തണ്ട് കറിവേപ്പില, വറ്റൽ മുളക് എരിവ് അനുസരിച്ച് ചേർക്കാം, 3 സ്പൂൺ മല്ലി, ചെറിയ ഉള്ളി ആവശ്യത്തിന്. പിന്നെ കടുക് താളിക്കാനായിട്ടുള്ള കടുക്, 2 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില. ഇനി ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മുട്ട വേവിക്കാൻ വെക്കാം. നമുക്കിനി മല്ലിയും മുളകും തേങ്ങയും വറുത്തെടുക്കാം. പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് വരട്ടെ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാനത് മിക്സിയിലൊന്നും അരച്ചെടുക്കുന്നില്ല, കല്ലിൽ വെച്ചാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് അതുപോലെ മല്ലിയും ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കളർ മാറി വരുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കല്ലിൽ വെച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. നമുക്കിതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം.
നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് അരപ്പ് മാറ്റാം. വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. വെള്ളം തൊടാതെ അരച്ചാൽ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞു വരും. അതിനാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഈ കല്ല് കഴുകുന്ന വെള്ളം കളയരുത്. അത് നമുക്ക് ഈ അരപ്പൊന്ന് കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർക്കാം. നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന കഷ്ണങ്ങൾ ചേർക്കാം. പച്ചമുളക്, മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനി തീ കുറച്ച് വെച്ച് നമുക്ക് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം ചേർക്കുന്നില്ല, ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇടുമ്പോഴത്തേനും 4 സൈഡൊന്ന് ഇതുപോലെ വരഞ്ഞ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അരപ്പ് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നന്നായിട്ട് പിടിച്ചിരിക്കും. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. മുട്ടത്തീയൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.